നമുക്ക് തോന്നുന്നത് ഈ ലോകം മുഴുവൻ ചീത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അടുത്തിടയ്ക്ക് നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പലപ്പോഴും മനസ്സിന് ഭയങ്കര വേദന തോന്നും. എന്തിനാ അങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഈ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരെയും യുദ്ധം ചെയ്ത് ഈ നാട് നന്നാക്കാനായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് എന്തിനാ ഈ പൊരുതുന്നത്? ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുക, എന്നിട്ട് പറയും, ഷാബു നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ്, എല്ലാ പിന്തുണയുണ്ടെന്ന് പറയും. എന്നിട്ട് വാതിലടച്ച് അകത്ത് കയറിയിരിക്കും. എന്താ കാര്യമുള്ളത്? അകത്ത് കയറിയിരുന്ന് വാതിലടച്ചിരുന്ന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. ഒരാളുടെ മുമ്പിൽ ഒരാൾക്ക് വോട്ട് ചെയ്യുമെന്ന് പോലും പറയാൻ ഒറ്റ ആളുമില്ല. അപ്പൊ അത് ഞാൻ വിചാരിച്ചു, എന്തിനെങ്ങനെ ഞാൻ തന്നെ ഈ ഒറ്റയാൾ പട്ടാളമായിട്ട് ഈ നാട് നന്നാക്കാൻ പോകുന്നത്? ഉള്ള കാശ് കയ്യിലിട്ട് വല്ല സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ പിള്ളേരെയൊക്കെ കൂടെ പോയി. ഇപ്പൊ പിള്ളേരെ കണ്ടാൽ തന്നെ പിള്ളേരെ എന്നെ തിരിച്ചറിയില്ലാത്ത അവസ്ഥയായി. ഇന്ന് ഞായറാഴ്ചയാ, രാവിലെ നമ്മൾ പറയും രാജകുമാരനാ, പക്ഷെ പാവം രാജകുമാരൻ ഒന്നുമില്ല. അതാ എൻ്റെ അവസ്ഥ ഇപ്പോൾ. ഇന്ന് രാവിലെ, ഇന്നലെ ഓരോ പ്രശ്നങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ ഐക്യനാട് പഞ്ചായത്തായിരുന്നു. പക്ഷെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. നല്ല വലിയൊരു സന്തോഷം തോന്നിയൊരു ദിവസമാണ്. 3 മീറ്റിങ്ങുകൾ ഞാൻ പങ്കെടുത്തു. 3 മീറ്റിങ്ങുകളിലും പ്രതീക്ഷിക്കാത്ത ആൾക്കൂട്ടമായിരുന്നു. അപ്പൊ മനസ്സിനൊരു സന്തോഷം തോന്നി. വീട്ടിൽ വന്നു, ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ സംസാരിച്ച് 11:45 ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് 2 മണിക്ക് കിടന്നു. രാവിലെ 8 മണിക്ക് വീണ്ടും ആളുകൾ വരും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു. ഉറക്കം മതിയായില്ല. രാവിലെ മുതൽ ആളുകളാണ്. ആകെ 9 മണിക്ക് ഒരു ചായ കുടിച്ചിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല. എല്ലാം ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. ഉച്ച 12 മണിയായപ്പോഴത്തേക്കും തളർന്നു തുടങ്ങി. സംസാരിക്കാൻ ഒച്ച പോലും വരുന്നില്ല. ഞാൻ ഇന്ന് ഒരു ദിവസത്തെ കാര്യം നിങ്ങളോട് പറയുന്നു. അകത്ത് പോയിട്ട് ഒരു പഴമെടുത്ത് കഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളവും കഴിച്ചു. തിരിച്ചു വന്ന് വീണ്ടും മീറ്റിംഗ് തുടങ്ങി. 1:45 വിശന്ന് തളർന്നു വീഴുന്നായപ്പോൾ പോയി ഇച്ചിരി ചോറ് എടുത്തു വയ്ക്കാൻ പറഞ്ഞ് ചോറ് എടുത്തു. 2.5 മിനിറ്റ് കൊണ്ട് ചോറ് അകത്താക്കിയ. അതിനുള്ള സമയം കിട്ടിയുള്ളൂ. അടുത്ത ആളുകൾ അവിടെ ഇരിക്കുക. അത് കണ്ടു, അവരെ കണ്ടു. 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി സെക്യൂരിറ്റിയോട് പറയാ, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് ആര് വന്നാലും എന്ന് പറഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങി 1 മണിക്കൂർ. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. അച്ഛനായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പോന്നു. അപ്പൊ അതാണ് എൻ്റെ ജീവിതം. അപ്പൊ പലപ്പോഴും ആലോചിക്കും, നമ്മള് എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ആരെങ്കിലും ഇതുപോലെ അമിട്ട് പൊട്ടിച്ചുകൊണ്ട് വരും. ഇന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയണേ, അപ്പൊ അച്ഛൻ പറയണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷെ അച്ഛൻ പോയി അതൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇവിടെ വന്നു, ഇത്ര ആളുകളെ കണ്ടു, വീണ്ടും സന്തോഷം തോന്നുന്നു. ഞാൻ എങ്ങനെ ഇതിട്ട് വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ, നിങ്ങളൊക്കെ പലരും ഇവിടെ വന്നിട്ടുണ്ട്, വരാത്ത ആദ്യമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെയുള്ള കെട്ടിടങ്ങളും വ്യവസായങ്ങളും ഒക്കെ പടുത്തുയർത്തുമ്പോൾ നമ്മുടെ നാടും അതോടൊപ്പം വളരണം. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന എൻ്റെ അച്ഛൻ വ്യവസായം തുടങ്ങിയത് തന്നെ ഒരു കൃഷിക്കാരൻ്റെ മകനിൽ നിന്ന് വ്യവസായത്തിലേക്ക് വന്ന് തന്നെ വീടുകൾ തോറും കയറി ഇറങ്ങി ഉപയോഗിച്ച അലുമിനിയ പാത്രങ്ങൾ, അലുമിനിയത്തിൻ്റെ കയ്യിലും അത് ഇതൊക്കെ, അതായത് സ്ക്രാപ്പ് മേടിച്ച് മണ്ണ് കൊണ്ട് ഈ കൊല്ലന്മാരുടെ ആലയിൽ ഉണ്ടാക്കുന്ന മാതിരി അതിലിട്ട് ഉരുക്കി കയ്യിലും സ്പൂണും ഒക്കെ ഉണ്ടാക്കിയാണ് തുടങ്ങിയത്. അതിൽ നിന്നാണ് ഇത്രയും വികസിച്ചു വന്നത്. അപ്പൊ അദ്ദേഹവും
അതിൻ്റെ അച്ഛനും എൻ്റെ ഗ്രാൻഡ് പേരൻസ്, പാപ്പനും മാമയൊക്കെ, എൻ്റെ മാമയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ ദിവസവും 7-8 ആളുകൾ പണിക്ക് വേണ്ടിയിട്ട് വരും. 2 മണി 3 മണിക്ക് വരും. ആദ്യം വന്ന് തുമ്പെടുക്കുന്ന ഒരാൾക്കോ 2 ആൾക്കോ പണി കിട്ടും. അപ്പൊ ബാക്കി 5 പേര് തിരിച്ചു പോകാനായിട്ട് കണ്ണുനീരോടെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാക്കിയ കഞ്ഞി കൊടുത്ത് അതിൻ്റെ വെള്ളം മാത്രം അവർ കുടിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോ കുടുംബപരമായിട്ട് ദാനശീലത്തിലെ ആ രക്തം തന്നെയാണ് ഞങ്ങൾക്ക് പകർന്നു കിട്ടിയത്. നമ്മൾ 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പട്ടിണി കിടക്കുന്നു. അതൊക്കെയാണ് എൻ്റെ അച്ഛനെ അതിലേക്ക് പ്രേരിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇതുപോലൊക്കെ കെട്ടിപ്പടുത്തുമ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് ആളുകൾ ടർപ്പായുടെ കീഴിലും ഭക്ഷണം കഴിക്കാതൊക്കെ കിടന്നു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു വികസനമല്ല എന്ന്. 11 അദ്ദേഹം മരിച്ചു. 12 ഞാനും എൻ്റെ ചേട്ടനും കൂടി ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ അവസാന കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 15ഓളം വർഷം വ്യവസായമൊക്കെ നിർത്തിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു. ചികിത്സ തുടങ്ങി. അതിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി സാറിനെയൊക്കെ എനിക്കറിയാം. ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് തിരുമി ചികിത്സിച്ചിട്ടുണ്ട്. നമ്മുടെ പാണക്കാട് ശിഹാബ് തങ്ങള് 22 ദിവസം ആ വീട്ടിൽ കിടന്ന് അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ട്. അറബികൾ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട് കാണാം അദ്ദേഹത്തിന്റെ ചികിത്സിച്ച കഥ. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ, എനിക്ക് തോന്നണേ ഒരു 10,000-കണക്കിന് ആളുകളെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മാന്ത്രിക കൈ തൊട്ട്, അദ്ദേഹം വൈദ്യനൊന്നല്ലായിരുന്നു, പക്ഷെ മനസ്സാണത്. ആ മനസ്സിൽ നിന്ന് ആ കൈകൾ തൊടുമ്പോ അവിടെ രോഗം ഭേദമാകുന്നു എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. ശ്രീനിവാസൻ പോയി എല്ലാ സ്ഥലത്തും ലോകം മുഴുവൻ നടന്നതാണ്, നടുവേദന മാറണില്ല. അവസാനം നട്ടെല്ല് വരെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ എന്നോട് പറഞ്ഞയച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ വന്നു കയറി കിടക്കാൻ പറഞ്ഞു, 2 ചവിട്ടും ഒരു ഞെക്കുമൊക്കെ നിൽക്കിയിട്ട് എൻ്റെ അസുഖം മുഴുവൻ പോയി എന്ന് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് ഒരു സ്ത്രീ വന്നു. അവരെ കഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ 5 മിനിറ്റ് എടുക്കും. വീണ്ടും തിരിച്ചു വരണമെങ്കിൽ 5 മിനിറ്റ് എടുക്കും. പുറത്തേക്കിരിക്കണേ 5 മിനിറ്റ് എടുക്കും. അപ്പൊ ഒരു റൗണ്ട് ഒന്ന് ചുറ്റുമൊന്ന് നോക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും അവര്. അമേരിക്കയിലെ എല്ലാ ഡോക്ടർമാരും പരിശോധിച്ചു. അവിടെ അവര് പറഞ്ഞ് ഇത് സർജറി ചെയ്യണം. സർജറി തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കഴുത്ത് പിന്നെ ഒരിക്കലും അനക്കാൻ പറ്റാതെയാവും. അമേരിക്കയിൽ അങ്ങനെയാണ്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ ശരിയാവാം, യാതൊരു ഗ്യാരണ്ടി ഇല്ലാന്ന്. അവർക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അനക്കെങ്കിലും ചെയ്യാൻ, അനക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് ഇതുപോലെ ചികിത്സേനെ പറ്റി കേട്ടത്, ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞാൻ അവിടെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്, നിങ്ങൾ 3 ദിവസം ഇവിടെ വരണം, 5 മിനിറ്റ് വെച്ച് ചികിത്സയുണ്ട്. ആദ്യത്തെ ദിവസം വന്നപ്പോ ഇങ്ങനെ തിരിഞ്ഞു, പിറ്റേ ദിവസം വന്നപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു, 3-ാമത്തെ ദിവസം വന്ന് കൂടിയിട്ട് അവര് സാധാരണ പോലെ ഈ കാളയൊക്കെ തലയിട്ട് ഇളക്കണ മാതിരി പോയി. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒക്കെ വിദ്യാഭ്യാസം, നമ്മുടെയൊക്കെ പരിചയം, തൊഴിൽ പരിചയത്തിനേക്കാൾ ഉപരി ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ
ആ രോഗിയുടെ അല്ലെങ്കിൽ രോഗം മാറണമെന്ന് ആ ഡോക്ടർ ചിന്തിച്ച് മനസ്സറിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ രോഗത്തിന് ശാന്തി വരുന്നു എന്നുള്ളതാണ്. ഇനി എത്ര വലിയ പഠിച്ചൊരു ഡോക്ടർ ആയിക്കോട്ടെ, എത്ര പ്രഗത്ഭരായിക്കോട്ടെ, കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തുന്നതെങ്കിൽ ഒരിക്കലും അതിന് ഫലം കിട്ടില്ല. ഇവിടെ എൻ്റെ അച്ഛൻ ചെയ്തതും അത് തന്നെയാണ്. ഒരിക്കൽ നമ്മുടെ സുരേഷ് ഗോപി വിളിച്ചു, ശ്രീവാസൻ ചികിത്സിച്ച് കേട്ടു, മാറി അറിഞ്ഞു, പുള്ളിക്ക് എന്തോ കുഴപ്പം. വിളിച്ചിട്ട് പറഞ്ഞു, വൈദ്യരെ, ഞാൻ സുരേഷ് ഗോപിയാ, ഞാൻ എറണാകുളത്തുണ്ട്, എന്നെ ഒന്ന് നോക്കണം, എനിക്ക് നടുവിനൊരു വേദനയുണ്ട്, എനിക്കിപ്പോ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വിചാരിച്ച് ഞാൻ സുരേഷ് ഗോപിയാണ്, അതുകൊണ്ട് വൈദ്യർ അങ്ങോട്ട് പോയിട്ട് ഉടനെ തന്നെ ചികിത്സിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. കാശെടുത്ത് നീട്ടി ചില ആളുകള് 100ന്റെ കെട്ടുകള് 500ന്റെ കെട്ടുകൾ എടുത്ത് നീട്ടിയത് എനിക്കറിയാം. നീട്ടിയവൻ പിന്നെ ജീവിതത്തിൽ ആരെയും മുന്നിൽ നീട്ടാത്ത വിധത്തിലാണ് പുള്ളി പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവിടെ സാധാരണ രീതിയിൽ ഒരു വൈദ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ രോഗികൾ വൈദ്യന്റെ അടുത്തേക്ക് ചെല്ലണം. ഇത് നിങ്ങള് ഒരു രോഗി വൈദ്യന്റെ അടുത്തേക്ക് ചെന്നാൽ പിന്നെ വൈദ്യൻ ദിവസവും കാലത്തെയും വൈകുന്നേരം അവരെ വിളിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു എൻ്റെ അച്ഛൻ. കാലത്തെയും വിളിക്കും, ആ മരുന്ന് കഴിച്ചോ, എങ്ങനെയുണ്ട്, വയറിളകിയോ, വയറുവേദനയുണ്ടോ എന്ന് ചോദിച്ചോണ്ടിരിക്കും. വൈകുന്നേരം പിന്നെയും വിളിക്കും. അപ്പൊ രോഗി കഴിച്ച് മതിയാവൂ ആ രീതിയിലാക്കി കളയും. അപ്പൊ അതാണ് ആ മനസ്സ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഏതായാലും അദ്ദേഹത്തിന്റെ ആ സ്വപ്നം പൂർത്തിയാക്കാനായിട്ട് ഞാൻ എൻ്റെ ചേട്ടനും കൂടി ഇറങ്ങി തിരിച്ചു. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചപ്പോ ഞങ്ങളെ വളർത്തി വലുതാക്കി ഇതുപോലെയൊക്കെ ആക്കിയ ആളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കടപ്പാട് അദ്ദേഹത്തിന്റെ ആ സ്വപ്നം പൂർത്തിയാക്കുക. അങ്ങനെയാണ് ആ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടി 2012 ഞങ്ങളൊരു സർവേ നടത്തിയത്. അതിനെപ്പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഞങ്ങൾ കണ്ടത് ലോക മനസാക്ഷിയെ തന്നെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ്. ടർപ്പായുടെ കീഴില് വെറും മണ്ണിന്റെ ഭിത്തികൾ ഉണ്ടാക്കി അതിൽ മനുഷ്യനും പട്ടിയും പൂച്ചയും എല്ലാം ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. 3 ദിവസം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന 72 വയസ്സ് പ്രായമായിട്ടുള്ള അമ്മ, മകൻ, അങ്ങനെ ഒട്ടനവധി മനസ്സിനെ വേദനിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ. മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അഹങ്കരിക്കും. ലോകത്തില് മലയാളികളെക്കാൾ കേമന്മാരായിട്ട് ആരുമില്ല എന്ന് നമ്മുടെ വിചാരം. പക്ഷെ അതേ മലയാളികൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളും ഇന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കണ്ണുനീരൊഴുക്കുന്ന എത്രയോ അമ്മമാരും കുട്ടികളും ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. വലിയൊരു ബോംബ് പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പണം ഉണ്ടായ ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്റെ പ്രശ്നം നിങ്ങൾ കേട്ടില്ലേ? അത് മാത്രമൊന്നുമല്ല. കാലത്തെ കഞ്ഞി കുടിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, പിള്ളേരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ സമയമില്ല, ഭാര്യനെ പോട്ടെ, ഒന്നിനും സമയമില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ചുറ്റുപാടും ഒട്ടനവധി ആളുകൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഈ ഇത്രയും കാലം ഈ ഭരിച്ചവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എറണാകുളം ജില്ലയില് ഒരു പ്രമുഖ പാർട്ടി ഒരു MLA ആവാനായിട്ട് ഈ തന്ന സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയിട്ട് 10 കോടി രൂപയാണ് അതിന്റെ നേതാവിന് കൊടുത്തത്. ഇടനിലക്കാരന് 1 കോടി രൂപ. അതിന് 11 കോടി കൊടുത്ത ആ സീറ്റ് കരസ്ഥമാക്കി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതന്നെ 11 കോടിയുടെ ഒരു കച്ചവടം, അത് വലിയൊരു കച്ചവടം തന്നെയാണ്. ഒരു MLA ആയി കഴിഞ്ഞാൽ ഈ 11 കോടി 100 കോടിയാക്കി ഉണ്ടാക്കാൻ ഇവർക്ക്. ഇപ്പൊ നമ്മുടെ പലരെ പറ്റിയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, പക്ഷെ ഒക്കെ പേപ്പറിലൊക്കെ വരുന്നുണ്ട് എന്താണ് ഉണ്ടായൊക്കെ, അവരുടെയൊക്കെ സമ്പാദ്യം എന്തായിരുന്നു, ഇപ്പോഴത്തെ സമ്പാദ്യം എന്താണെന്നൊക്കെ.
അപ്പൊ ഇതൊരു വലിയൊരു ബിസിനസ്സായിട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകളൊക്കെ അവരുടെ സ്വന്തം കാര്യം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലാതെ ഈ നാടിനെ പറ്റി ആരും ചിന്തിക്കാറില്ല. ഇവിടുത്തെ ജനങ്ങളെ പറ്റി ആരും ചിന്തിക്കാറില്ല. അവൻ പട്ടിണിയാണോ, അവൻ ജീവിക്കുന്നുണ്ടോ, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഒരിക്കലും ചിന്തിക്കാറില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് കിഴക്കമ്പലം പഞ്ചായത്ത് 5 വർഷം ഭരിച്ചു. 39 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്ന പഞ്ചായത്തിനെ 13,57,00,000 രൂപ മെച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അടുത്തുള്ള പഞ്ചായത്തുകളിലെ ആളുകളൊക്കെ അത് ആഗ്രഹിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു, മത്സരിച്ചു, ജയിച്ചു. കഴിഞ്ഞ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കിഴക്കമ്പലത്ത് അരങ്ങേറിയ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ UP-യിലും ബീഹാറിലും ഒക്കെ നടക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. രാവിലെ 9 മണി മുതൽ തന്നെ കിഴക്കമ്പലത്തെ എല്ലാ ബൂത്തുകളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കയ്യിലായി എന്നുള്ളതാണ്. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ആരെ വോട്ട് ചെയ്യണം, ആരകത്തേക്ക് പോകണം, വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരായി. അതിന് താളം കൊടുക്കാനായിട്ട് ഇവിടുത്തെ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും. ബൂത്തിൽ നിന്ന് ഒരാളെ പട്ടപ്പകല് വലിച്ചിറക്കി 100 കണക്കിന് ആളുകളും പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും നോക്കി നിൽക്കുമ്പോ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. അതുമാത്രമേ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ സാധിച്ചുള്ളൂ. 42ഓളം ആളുകളാണ് അടികൊണ്ടത്. ഒരാളുടെ കഴുത്ത് ഇനിയും ശരിയായിട്ടില്ല, അതുപോലെ കഴുത്ത് പിടിച്ച് ഒടിച്ചു കളഞ്ഞു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എങ്ങനെ ഒരു മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? എങ്ങനെ അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നത്? ഇപ്പോ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഒരു 5-8 നമ്മുടെ ജോലിക്കാരെ വിളിച്ചിട്ട് ആർക്കും ചെയ്യാൻ സാധിക്കും? അത് ആർക്കും ചെയ്യാൻ സാധിക്കില്ലാത്തത്. കുറെ ഗുണ്ടകൾ കിടന്നിട്ട് ഒരു പാവപ്പെട്ട ഒരു പയ്യനെ പിടിച്ചിട്ട് ഇടിക്കാൻ ആർക്കും സാധിക്കില്ലാത്തത്. പക്ഷെ ഇതൊക്കെ എവിടെ ചെന്ന് തീർക്കുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പാപമൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികളും പ്ലാനുകളുമുണ്ട്. ആന ഏറ്റവും വലിയ മൃഗങ്ങളിലൊന്നാണ്. ഉറുമ്പ് ഏറ്റവും ചെറിയ ജീവികളിലൊന്നാണ്. ഒരു ആനയുടെ മുന്നിലേക്ക് നിങ്ങൾ ഒരു വലിയൊരു തടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിഷ്പ്രയാസം അങ്ങോട്ട് തട്ടിമാറ്റിയിടും. അതേ തടി തന്നെ നമ്മളൊരു ഉറുമ്പിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക, അതിന്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കാനല്ലാതെ അനക്കാൻ പോലും ഉറുമ്പിന് സാധിക്കില്ല. ഇനി ഒരു അരിമണി എടുത്തിട്ട് ആനയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക, ആന ഇതിട്ട് തട്ടിക്കൊണ്ട് നടക്കല്ലാതെ ഒരിക്കലും ആ അരിമണി എടുക്കാൻ സാധിക്കില്ല. ആ ഉറുമ്പിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു നിമിഷം കൊണ്ട് അതെടുത്ത് അതിന്റെ മാളത്തിൽ കൊണ്ടുവയ്ക്കും. ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവികളെയും, ഓരോ സസ്യങ്ങളെയും, ഓരോ മനുഷ്യരെയും ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് കൃത്യമായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളുമുണ്ട്. ഉറുമ്പിന് ഉറുമ്പിന്റെ ജോലി, ആനയ്ക്ക് ആനയുടെ ജോലി. ആനയ്ക്ക് ചെയ്യാവുന്ന കാര്യം ഉറുമ്പിന് ചെയ്യാൻ സാധിക്കില്ല, ഉറുമ്പിന് ചെയ്യാവുന്ന ആനയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു കാരണവശാലും വ്യവസായിയായിട്ടുള്ള ഞാന് ഇന്ന് ഇതിന്റെ മുന്നിൽ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പോലും എന്നെ കാണില്ലായിരുന്നു, ഞാൻ നിങ്ങളെ കാണില്ലായിരുന്നു, ഈ നാട്ടിലുള്ള ആളുകൾ എന്നെ അറിയ പോലുമില്ലായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ എന്നെ അറിയും, ചർച്ച ചെയ്യപ്പെടുന്നു. 2020 പ്രസ്ഥാനത്തിനെ അറിയും. ഇന്നിപ്പോ ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ
ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് 20-21 ദിവസത്തിലേക്ക്. അതായത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 4 രാഷ്ട്രീയക്കാരെ അവര് ചർച്ച ചെയ്യുന്നു പ്രൈം ടൈമിൽ. 45 മിനിറ്റ് പ്രോഗ്രാം. ഒരാള് കോടിയേരി ബാലകൃഷ്ണൻ, ഒരാള് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരാള് BJPയുടെ സുരേന്ദ്രൻ, പിന്നെ ഒരാള് സാബു ജേക്കബ് 2020-യുടെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ 4 ദിവസം 4 പേരെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആ നിലയിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇത് എൻ്റെ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മാത്രം നടപ്പിലാവുന്ന കാര്യങ്ങളല്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം, ഈ ലോകം എങ്ങനെയായെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ അതിന് ഉത്തരവാദികളാണ്. ഇവരൊക്കെ ചെയ്ത വൃത്തികേടുകൾ നമ്മൾ കണ്ണടച്ച് സഹിച്ച് നമ്മൾ ജീവിച്ചുകൂടെ. ആരും പ്രതികരിച്ചില്ല. പ്രതികരിച്ചവരൊക്കെ വാതിലടച്ച് അകത്ത് കയറി ഇരുന്ന് പ്രതികരിച്ചു. ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകുന്ന ആളുകളാണ്. എന്തുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് വന്നു? അപ്പൊ നമ്മളെല്ലാവരും ഒളിച്ചോടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. എനിക്കൊന്നും സംഭവിക്കാനില്ല. ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് പിടിച്ചു, MLA ആയിട്ട് മത്സരിക്കുന്നു. ഇനിയിപ്പോ ഇത് എന്നോടൊരു പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ജയിക്കുമോ? ഏത് സ്ഥാനാർത്ഥിയോടും ചോദിച്ചാൽ പറയും ഞങ്ങള് 100% ജയിക്കും. ആദ്യം ഒന്നും അങ്ങനെയല്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര പ്രതീക്ഷയാണെന്ന് പറയും. എന്നോട് ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞത്, സാധാരണ രീതിയിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്: അധികാരം, പണം, സ്ഥാനമാനങ്ങള്. ഈ 3-ൽ ഏതെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ 3 കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരുന്നതും മത്സരിക്കുന്നതും ഭരിക്കുന്നതും. അധികാരം, പണം, സ്ഥാനമാനങ്ങള്. അല്ലാതെ ഈ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. ഇത് 3ഉം ആഗ്രഹിച്ചിട്ടല്ല ഞാന് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഈ നാട്ടിലെ അവസ്ഥ കണ്ട്, ഈ നാട് നശിച്ച് കുട്ടിച്ചോറാകുന്നത് കണ്ടുകൊണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എനിക്ക് MLA ആകണമെങ്കിലോ അല്ലെങ്കിൽ MP ആകണമെങ്കിലോ മന്ത്രി ആകണമെങ്കിലോ കേന്ദ്രമന്ത്രി ആകണമെങ്കിലോ എല്ലാവരിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പാർലമെന്റിലേക്ക് മത്സരിക്കാൻ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആക്കാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ MLA ആക്കാനായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിലും ഏതെങ്കിലും LDF-ന്റെയോ UDF-ന്റെയോ ഭാഗമായിട്ട് നമുക്ക് മത്സരിക്കാമായിരുന്നു. മത്സരിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയോ ഏത് മന്ത്രിയോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോ അങ്ങനെ ആഗ്രഹിച്ചല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ജയിക്കുമോ എന്നുള്ളതിന്റെ ഉത്തരം, ജനങ്ങൾ ആഗ്രഹിച്ചാൽ ഞങ്ങൾ ജയിച്ചിരിക്കും. ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ യാതൊരു വിഷമവും ആ കാര്യത്തിലില്ല. ഇവിടെ റോഡ് വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മുതലാളിയാണ് നമ്മുടെ കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് എന്നോട് വരുമ്പോ, അവിടുത്തെ ഒരു പ്രൊഫസറാണ് അദ്ദേഹം. ജോസ്കോ ബസിന്റെ ഒക്കെ ഉണ്ടായിരുന്ന ആ വ്യക്തിയാണ്. അവർക്ക് ആ ടൗണിൽ തന്നെ ഉണ്ട് 2.5 ഏക്കർ സ്ഥലം. 3 സെന്റുകാരൻ അവന്റെ 1/2 സെന്റ് റോഡിന് വേണ്ടി വിട്ടു. ഇവര് ജീവിതത്തിൽ 1/2 ഇഞ്ച് പോലും വിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് സ്ഥലം യാചിച്ച് ഞങ്ങൾ ചെന്നു. കുറച്ച് സ്ഥലം തരാമോ 2.5 ഏക്കറിൽ നിന്ന്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഞാൻ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മരിച്ച് മോളിൽ ചെല്ലുമ്പോ ദൈവം ചോദിക്കും, എടാ നിന്നെ ഏൽപ്പിച്ച മുതലൊക്കെ നീ വെറുതെ കൊണ്ടുപോയി കൊടുത്തില്ലടാ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയൂന്ന്.
ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. 2.5 ഏക്കറുള്ളവനെ ഈ പറയുന്നത്. അത് തന്നെയാ ഇപ്പൊ എന്റെ മനസ്സിലും തോന്നുന്നത്. നിനക്ക് ഞാന് ഒരു ജോലി തന്നു, അവിടുത്തെ ജനങ്ങളെയൊക്കെ നീ നോക്കി പാർക്കാമെന്ന് പറഞ്ഞ് നിനക്കൊരു ഉദ്യോഗം തന്നു. നീ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് നീ ഇന്നോട് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? എനിക്ക് ഉത്തരമില്ല. അപ്പൊ ഞാന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്. ജനങ്ങളെ തോൽപ്പിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അവിടെ എനിക്ക് ഉത്തരമുണ്ട് ദൈവത്തിന്റെ മുന്നിൽ. ഞാൻ ശ്രമിച്ചു, പരമാവധി ശ്രമിച്ചു, എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾ എന്റെ കൂടെ നിന്നില്ല. ഞാൻ ഒളിച്ചോടിയതല്ല എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഓരോരുത്തരും ഇന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് പോകുമ്പോ പ്രതിജ്ഞയെടുത്ത്, മനസ്സിൽ പ്രതിജ്ഞയെടുത്ത് പോകണം. നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് ഈ നാടിന് വേണ്ടിയിട്ട്, ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരെ, കുടുംബങ്ങളെ, കുട്ടികളെ കൈപിടിച്ചുയർത്താനായിട്ട്. അതിൽ നിന്ന് ഒളിച്ചോടിയാൽ ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ ചെല്ലുമ്പോ ഉത്തരമില്ലാതെ നിങ്ങൾ തല കുനിച്ചു നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തോൽക്കുകയോ ജയിക്കുകയോ ആകട്ടെ, അതെല്ലാം ദൈവനിശ്ചയമാണ്. അധികാരത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അതിവിജയകരമാക്കണം. നമുക്ക് പറയാൻ സാധിക്കില്ല എൻ്റെ ജീവിതത്തിൽ എല്ലാം യാദൃശ്ചികമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നാട് വ്യവസായം വളരുന്നതിനോടൊപ്പം വളരണമെന്ന് ആഗ്രഹിച്ചു വന്നു. അത് മനസ്സിലാക്കി അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമ്മതിച്ചില്ല. അധികാരമില്ലാതെ, ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സാഹചര്യം വന്നപ്പോ 2015 ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചു, അധികാരം ഏറ്റെടുത്തു. 5 വർഷം ഭരിച്ചു, ഭംഗിയായിട്ട് ഭരിച്ചു, ഏൽപ്പിച്ച കാര്യം ഭംഗിയായിട്ട് തീർത്തു. അപ്പോ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. രാഷ്ട്രീയക്കാരെന്നെ വെല്ലുവിളിച്ചു. ഈ പഞ്ചായത്തിൽ നടക്കും, നീ വാരിക്കോരി കൊടുത്തതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പഞ്ചായത്തിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും തീരുമാനിച്ചു അടുത്ത ചുറ്റുപാടുള്ള എല്ലാ പഞ്ചായത്തിലും മത്സരിക്കാൻ. സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇനി ഒരു 5-6 പഞ്ചായത്തിൽ കൂടി മത്സരിച്ചാണ്. അങ്ങനെ മത്സരിച്ചു, അവരും തന്നു, എല്ലാവരും ഉറച്ചു നിന്നു. അപ്പൊ എന്തുണ്ടായി? നമ്മളെ അടിച്ച് ഇടിച്ച് ഇല്ലാതെയാക്കാമെന്ന് വിചാരിച്ച് കുറെ പേര് ഇറങ്ങി. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ആ ടിൻഡു എന്ന് പറയുന്ന ആ പയ്യനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് ഈ ബൂത്തുകളൊക്കെ പിടിച്ചടക്കിയത്, അല്ലെങ്കിൽ ഈ നിയമസഭയിൽ മത്സരിക്കില്ല നമ്മള്. അപ്പോ ഇന്ന് ഞാൻ വിചാരിക്കുന്നു, ടിൻഡുവിനെ അടി കൊള്ളിപ്പിച്ചത് ദൈവം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു അടി കൊള്ളിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിയമസഭയിലേക്ക് 2020 വരില്ല. അപ്പൊ 2020 മത്സരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വന്ന് ചിഹ്നത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോ അതിലൊരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിൽ 5% മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ മാത്രമേ ചിഹ്നം നിങ്ങൾക്ക് അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ 7 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരിക്കണം. അപ്പൊ അവിടെയും ദൈവം എനിക്കൊരു പണി തന്നു. അപ്പൊ പിന്നെ 7 മണ്ഡലം കണ്ടെത്താനായിട്ടുള്ള ഓട്ടമായി. അങ്ങനെയാണെന്ന് ഇപ്പൊ 7 എന്നുള്ളത് 8. ആരെങ്കിലും കാല് വാരി കഴിഞ്ഞാൽ 6 പോകരുന്ന് വിചാരിച്ചാ 8 വെച്ചത്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുള്ള, ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇന്ന് ഈ മുറ്റത്ത് കൂടിയിരിക്കുന്നത്. പണം ഉണ്ടാക്കാനോ സ്ഥാനമാനങ്ങൾ കിട്ടാനോ അധികാരത്തിന് വേണ്ടിയിട്ടല്ല. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ആളുകൾ പറയുന്നു, നീ മുന്നോട്ട് പോകൂ, മുന്നോട്ട് പോകൂ. അങ്ങനെ പോകാൻ പറയുന്നു. ഇന്ന് 8 സീറ്റിലേക്ക് മത്സരിക്കേണ്ട സാഹചര്യം വന്നെങ്കിൽ ഈ തവണ 2020 സഹായമില്ലാതെ
LDF-നോ UDF-നോ ഭരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങും. അങ്ങനെ സംഭവിച്ചാൽ 4 പഞ്ചായത്തിലെ ജനങ്ങളല്ല രക്ഷപ്പെടാൻ പോകുന്നത്, കേരളത്തിലെ 4 കോടി ജനങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോ ആ വിശ്വാസത്തിലായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഒരിക്കലും ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. ശുചിത്വത്തിനെ പറ്റി നിങ്ങൾക്കറിയാം. ഇതിനു മുമ്പ് പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശുചിത്വ കൂടുതലായിട്ട് സംസാരിക്കാതിരുന്നത്. 11 കോടി കൊടുത്ത് MLA സീറ്റ് മേടിച്ചു എന്ന് നിങ്ങൾ കേട്ടു. 2020 സംബന്ധിച്ച് സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലായിടത്തും പോയിട്ട് പറയുകയാണ്. കാരണം വിദ്യാഭ്യാസമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആരും ഇതിന് തയ്യാറല്ല. ഈ കള്ളന്മാരുടെ കൂടെ പോയിരിക്കാൻ, ഈ നാട് കൊള്ളയടിക്കാൻ അവർക്ക് താല്പര്യവുമില്ല. അവസാനം കുന്നത്തുനാടിലേക്ക് വേണ്ടിയിട്ട് ശുചിത്വനെ കണ്ടെത്തിയപ്പോ നമുക്ക് വളരെ നിർബന്ധമായിരുന്നു, നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം ഏത് മണ്ഡലങ്ങളിലാണോ ആ മണ്ഡലങ്ങളിൽ ജനിച്ചു വളർന്നവരായിരിക്കണം, ആ മണ്ഡലത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്നവരായിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, തൃക്കാക്കര മത്സരിക്കുന്ന PT തോമസ് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുക. K മുരളീധരൻ നേമത്ത് തിരുവനന്തപുരത്ത് പോയി മത്സരിക്കുന്നു. ഒരു ദേശീയ പാർട്ടിക്ക് ആ മണ്ഡലത്തിൽ നിന്ന് ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയും വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്നവരാ. എന്നാൽ 2020-യുടെ 8 സ്ഥാനാർത്ഥികളും അതാത് മണ്ഡലത്തിൽ തന്നെ ജീവിച്ച് വളർന്നു വന്നവരാണ്. അപ്പൊ ചെറിയൊരു പ്രസ്ഥാനമാണെങ്കിലും നമുക്ക് ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആളെ കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. സുജിത്ത് വളരെ കഷ്ടപ്പാടില് ജീവിച്ച ഒരാളാണ്. ഇന്നും അദ്ദേഹത്തിന്റെ വീട്ടില് കറണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ കിട്ടിയോന്ന് അറിയില്ല. അദ്ദേഹം ദിവസവും ഇപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നത് മതിൽ ചാടിയാണ്. കാരണം റോഡില്ലാത്തതുകൊണ്ട് മതിൽ ചാടിയ പുറത്തേക്ക് കിടക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിച്ച് ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളും മനസ്സിലാക്കിയ ആളാണ്. ഒരു നല്ല ഉടുപ്പിടാനായിട്ട് അദ്ദേഹം കൊതിച്ചിട്ടുണ്ട്. ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം കൊതിച്ചിട്ടുണ്ട്. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിച്ചിട്ടും സെക്യൂരിറ്റി ഉദ്യോഗം നടത്തി 3 കുട്ടികളെയും പഠിപ്പിച്ചു. അവർ പഠിക്കുന്നതിനൊപ്പം തന്നെ ടെലിഫോൺ ബൂത്തില് വൈകുന്നേരം പഠിത്തം കഴിഞ്ഞ് 12 മണി വരെ ടെലിഫോൺ ബൂത്തിൽ പോയിരുന്ന് കാശുണ്ടാക്കും. ഞായറാഴ്ചകളില് കേറ്ററിങ്ങിന്റെ കൂടെ പോയിട്ട് ഭക്ഷണം വിളമ്പാൻ പോവും. അങ്ങനെ ബുദ്ധിമുട്ടി മനുഷ്യന്റെ ജീവിതം ബുദ്ധിമുട്ടില് എന്തെല്ലാം സഹിച്ച് ജീവിച്ചവരാണ് അവര്. എന്താണ് മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കിയ ആളാണത്. ഇപ്പൊ 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. LLB പഠിച്ചു, ബിരുദം, LLM ബിരുദാനന്ദ ബിരുദം, നിയമത്തിൽ തന്നെ ഡോക്ടറേറ്റ് നേടി. ഇത് നേടിക്കഴിഞ്ഞപ്പോ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് 1.5 ലക്ഷം രൂപയ്ക്ക് ജോലി ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, ശുചിതേ, നിങ്ങൾ 100 വട്ടം ആലോചിക്കുക, 1.5 ലക്ഷം രൂപയുടെ ജോലി കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ എങ്ങനെയാണ് ഞാനായത് എന്ന് എനിക്കറിയാം. എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ ഇതുപോലെ കിടന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഉടുപ്പിടാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നവരുണ്ടാവാം. അപ്പോ ഒരിക്കലും എന്റെ കടമ ഞാൻ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചു വിട്ടു. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നു. വീണ്ടും വിട്ടു. ഒന്നുകൂടി ആലോചിക്കുക. ഇല്ല, എനിക്ക് മാറ്റമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നാടിനെ സേവിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കണം. അദ്ദേഹത്തെ ജയിപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. കുന്നത്തുനാട് ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ നമ്മൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പോസ്റ്ററുകളും നമ്മുടെ ഫ്ലെക്സുകളും നമ്മുടെ നോട്ടീസുകളും എല്ലാ വീടുകളിലും എത്തണം.
പല സ്ഥലത്തും ഭീഷണികളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പുത്തൻകുരിശ് പഞ്ചായത്തിൽ ചെന്നപ്പോ ആരാണ് അങ്ങോട്ട് മീറ്റിങ്ങിന് പോകുന്നതെന്ന് നോക്കാൻ ആളുകൾ നിൽക്കുന്നു. യൂണിയനുള്ള ആളുകളെ തടയുന്നു. നമ്മൾ ഒരിക്കലും അക്രമത്തിന്റെ പാതയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലോ പോകാൻ പാടില്ല. നമ്മുടെ പാർട്ടി അതല്ല, സമാധാനപരമായിട്ട് പോകേണ്ടതാണ്. ഒരു രീതിയിലും അക്രമത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ജനങ്ങളിലേക്ക് ചെല്ലണം. നമ്മുടെ നോട്ടീസുകളും എല്ലാവരും ഇറങ്ങണം. ഇത് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ രംഗത്തേക്ക് വരണം. ഓരോ സ്ഥലത്തും നമുക്ക് 20, 30, 40, 50 ആളുകൾ ഓരോ മണ്ഡലങ്ങളിലേക്കും പോകാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കാനായിട്ട് അല്പമൊക്കെ സഹിച്ച് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പൊ അതിന് തയ്യാറുള്ള ആളുകളും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത 2 ആഴ്ചയേ ഉള്ളൂ സമയം. എല്ലാവരും പ്രവർത്തിച്ച് നമ്മുടെ 8 സ്ഥാനാർത്ഥികളും വിജയിച്ചു കഴിഞ്ഞാൽ കേരളം നമ്മൾ ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. അതാണ് വരേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. എല്ലാവരും വീടുകളില് എപ്പോഴും ഓർക്കണം നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റി, മഹത്തായിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ പറ്റി. ഓരോരുത്തരും ഇതിന്റെ ചാവേറുകളായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സാബു സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്ഥാനാർത്ഥി സുജിത് സുരേന്ദ്രൻ, അദ്ദേഹത്തെ ഇതിനകം തന്നെ നമ്മൾ പല ആളുകളും നിങ്ങളെല്ലാവരും പരിചയപ്പെട്ട് കാണും. ഇന്ന് അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തിയത്. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ആളുകളെ കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വക്താക്കളായി അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൂടിയിട്ടുള്ളവരാണ്. നമ്മുടെ എല്ലാ വാർഡുകളെയും പ്രതികരിച്ച വളരെ പ്രധാനപ്പെട്ട മെമ്പർമാരും വാർഡ് പ്രസിഡന്റുമാരും സ്റ്റാഫും ഒക്കെയാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പം നമ്മളാണ് ഈ കുന്നത്തുനാടിൻ്റെ വിധി തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ദൃഢനിശ്ചയമാണ് നമ്മുടെ ഈ വാർഡിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. പൗലോ കൊയ്ലോ അദ്ദേഹത്തിന്റെ നോവലിലൂടെ വരച്ചു കാട്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം നേടണമെന്ന് ശക്തമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ആ യാഥാർത്ഥ്യമാകുവാൻ ഈ ലോകം തന്നെ ഗൂഢാലോചന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ഈ കുന്നത്തുനാടിന്റെ വിജയം, സുജിത് സുരേന്ദ്രന്റെ വിജയം, അത് നിങ്ങളുടെ കയ്യിലാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ അടിവരയിട്ടുകൊണ്ട് നന്ദി പ്രകാശനത്തിനായി ബോർഡംഗം ഉലഹൻ അഞ്ചേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നീണ്ട പ്രഭാഷണങ്ങൾക്ക് ശേഷം ഒന്നും തന്നെ പറയുന്നില്ല. എന്നിരുന്നാലും അല്പം ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ 2020 എന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മേഖലകളിലെ കുതിരപ്പടയാണ് ഈ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഓട്ടം കൃത്യമായി പൂർത്തിയാക്കിയാൽ ഈശ്വരൻ്റെ കടാക്ഷം നാളിതുവരെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കുന്നത്തുനാടിൻ്റെ ഈ ഓമനപുത്രൻ വരുന്ന മെയ് മാസത്തിൽ കേരള അസംബ്ലിയിലെ മിന്നും നക്ഷത്രമായി മാറും. അതിനുവേണ്ടി എല്ലാവരും ഉത്സാഹിച്ച് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. വിശദീകരിക്കുന്നൊന്നുമില്ല. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും വന്നു ചേർന്നിരിക്കുന്ന എല്ലാ 2020 മുൻനിര പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.